ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിയാസ് റെസിപ്പീസ്. ഇന്നൊരു മട്ടൻ മന്തിൻ്റെ ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വില്ലയിലുള്ള ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം. ഇന്നത്തേത് ഒരു വെറൈറ്റി മട്ടൻ മന്തി വ്ളോഗ് തന്നെയാണ്. ആടിനെ സൂക്കിൽ പോയിട്ട് വാങ്ങിക്കൊടുത്തിട്ടാണ് ആടുമന്തി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ആടുമന്തി തയ്യാറാക്കുന്ന സ്ഥലത്ത് ഒരു കണ്ടീഷൻ ഉണ്ട്. കാരണം ഇളയ ആട്, അതായത് പ്രായം കുറഞ്ഞ ആട് വെച്ചിട്ട് അവർ ഈ മന്തി തയ്യാറാക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു മന്തി റൈസിന് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ആട് ചെറിയ പ്രായം കുറഞ്ഞ ആട് നോക്കിയെടുക്കുകയാണ്. ആടിൻ്റെ വായൽ പല്ലുകൾ കുറവായിരിക്കണം. അങ്ങനത്തെ ആടായിരിക്കും പ്രായം കുറഞ്ഞതും പിന്നെ ഇളയ ഇറച്ചിയൊക്കെ ആയിരിക്കും. അങ്ങനെ അവർ ആടൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ട് അറുത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു കടയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കടയിൽ എത്തി നോക്കിയപ്പം അവിടെ നല്ല തിരക്കുണ്ട്. കാരണം പിറ്റേന്ന് ഫ്രൈഡേ ആണ്. അതുകൊണ്ട് തന്നെ കടയിൽ അത്യാവശ്യം തന്നെ തിരക്കുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ആടൊക്കെ അറുത്ത് അവരെ ക്ലീനൊക്കെ ചെയ്ത് തരും, അതായത് കട്ട് ചെയ്യാതെ ക്ലീൻ ചെയ്ത് തരും. അപ്പോൾ അവിടെയുള്ള കുറച്ച് കാഴ്ചകളാണ് ഈ കാണിക്കുന്നത്. കടയിൽ അത്യാവശ്യം തിരക്കുള്ളതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ടോക്കൺ ആയിരുന്നു. ടോക്കൺ അനുസരിച്ച് അവർ ആട് ക്ലീനൊക്കെ ചെയ്ത് തരാണ്. നമ്മുടെ ആടും ഇവിടെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ ആടുമന്തി നമ്മൾ തയ്യാറാക്കുന്നത് ഷെയ്ഖ് മന്തി എന്നാണ്. ഈ ഷെയ്ഖ് മന്തിനെ കുറിച്ചിട്ട് നമ്മൾ എടുത്ത് തന്നെ പറയാണ്ട് നല്ല അടിപൊളി റൈസ് തന്നെയാണ് ഇവിടുന്ന് കിട്ടുന്നത്. നമ്മളിവിടെ കൊടുക്കുന്ന ആട് ഏറ്റവും ഇളയ ആടാണെങ്കിൽ മാത്രമേ അവർ സ്വീകരിക്കുകയുള്ളൂ. എന്നിട്ട് നല്ല അടിപൊളി റൈസ് തന്നെയാണ് ഇവിടുന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പം പിറ്റേന്ന് ഇവർ നമുക്ക് നല്ലൊരു ആടുമന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള കുറച്ച് വ്യൂസാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെ ഇവിടുത്തെ പാക്കിംഗ് എന്ന് പറഞ്ഞത് വളരെ ക്ലീൻ ആൻഡ് നീറ്റാണ്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കൊടുത്തിട്ടുള്ള ആട് വെച്ചിട്ട് ഇവർ 4 തട്ട് റൈസാണ് തന്നിട്ടുള്ളത്. അതായത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിലുള്ള ഫുഡ് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു അൺബോക്സിങ് കാണാം കേട്ടോ. നമ്മുടെ വില്ലേൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചെറിയൊരു അൺബോക്സിങ് ആണ്. കാറ്ററിംഗ് കമ്പനിയിൽ 2 ആൾക്കാരെ കൊടുക്കുന്നതാണ്. ആ സ്ഥിരം പുറത്തൊന്നുകൂടി നമ്മുടെ ഹോട്ടലിന് കുറെ എല്ലാ കാര്യം ഉണ്ടല്ലേ, അവരെ കച്ചുപിടിച്ചില്ല. എല്ലാവരും അപ്പോൾ ഈ ഒരു തട്ടിലുണ്ടായിട്ടുള്ളത് ആടിൻ്റെ തലയാണ്. ഇതിൻ്റെ ഉൾഭാഗം വരെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിൻ്റെ മീറ്റ് നമ്മൾ എടുത്ത് പറയണം, ജ്യൂസിയും വളരെ സോഫ്റ്റും ആണ്. പിന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ആടുമന്തിയൊക്കെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. വളരെ ടേസ്റ്റി ആയിരുന്നു. അപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വില്ലയിലുള്ള ഒരു ബർത്ത്ഡേ സെലിബ്രേഷനും കൂടി ഉണ്ട്. അതിൻ്റെ ട്രീറ്റ് ആയിരുന്നു കേട്ടോ ഈ ആടുമന്തി. വില്ലയിലെ ഒരുവിധ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ നമ്മൾ രാത്രിയാണ് റൂമിൻ്റെ ഉള്ളിൽ നിന്നാണ് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്രാവശ്യം പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തു, അത്യാവശ്യം നല്ല തണുപ്പ് തന്നെയാണ് രാത്രി. അതുകൊണ്ട് നമ്മളിപ്പോൾ പകൽ തന്നെ കേക്ക് കട്ടിങ്സ് ഒക്കെ പുറത്ത് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കുന്ന ചടങ്ങുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ. ഗിഫ്റ്റ് ചെറുതായാലും വലുതായാലും അതൊന്ന് പൊളിച്ചു നോക്കാന്നുള്ളത് വലിയൊരു ആഘോഷം തന്നെ ആവും. അങ്ങനെ ചെറിയ ഫോട്ടോ ക്ലിപ്സ് ആയിട്ട് നമ്മുടെ വീഡിയോ ഇപ്പോൾ മൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്.
അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ വില്ലേജിലുള്ള കംപ്ലീറ്റ് മെമ്പേഴ്സാണ് ഈ ഒരു ഫോട്ടോയിലുള്ളത്. അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.